കർണാടകയിലെ ഡി.കെ. ശിവകുമാർ മന്ത്രിസഭയ്ക്കുള്ളിൽ പൊട്ടിത്തെറി. പുതിയ സർക്കാർ അധികാരമേറ്റ് 2 ദിവസം കഴിയുമ്പോഴേക്കുമാണ് ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ മന്ത്രി കൂടിയായ രാമലിംഗ റെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവെച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ഇതാകട്ടെ മറ്റൊരു പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുകയാണ്. നിരവധി രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് നിലനിന്നിരുന്ന കർണാടകയിൽ ഇപ്പോൾ എല്ലാം ഒന്ന് സമവാക്യത്തിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം അവിടെ വലിയ രീതിയിൽ കോളടക്കം സൃഷ്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഉണ്ടായിരിക്കുന്ന ഈ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിന് പിന്നാലെ തന്നെ വകുപ്പ് വിഭജനത്തിനെ ചൊല്ലിയുണ്ടായ അസംതൃപ്തിയാണ് രാജിയിലേക്ക് നയിച്ചതെന്നതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം രാമലിംഗ റെഡ്ഡിക്ക് ജലസേചന വകുപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ വകുപ്പ് ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നും പകരം ബംഗളൂരു നഗര വികസന വകുപ്പ് വേണമെന്ന് പോലും ഇദ്ദേഹം ഈ ഒരു നേതൃത്വത്തിനെ അറിയിച്ചിരുന്നതായി തന്നെ റിപ്പോർട്ടുകൾ പറയുന്നു. സംസ്ഥാന തലസ്ഥാനത്തിന്റെ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ട് ബംഗളൂരു വികസന വകുപ്പ് ലഭിക്കാത്തതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ റെഡ്ഡിയാകട്ടെ തന്റെ ആ ഒരു നിലപാട് നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിച്ചുവെന്നതാണ് സൂചന. എന്നാൽ വകുപ്പ് മാറ്റം സംബന്ധിച്ചുകൊണ്ട് അനുകൂല തീരുമാനമുണ്ടായില്ല. നിലവിൽ ബംഗളൂരു വികസന വകുപ്പ് കൃഷ്ണ ബേർ ഗൌഡയുടെ ചുമതലയിലാണ്. ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിനും രാമലിംഗ റെഡ്ഡിക്കും ഇടയിലെ ഭിന്നത രൂക്ഷമാകാൻ അവിടെ വഴിയൊരുക്കിയിരിക്കുന്നത്. പുതിയ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ മന്ത്രിസഭയിലെ അസ്വാരസ്യങ്ങൾ പുറത്തു വന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് ആശങ്കയുണ്ടാക്കുന്ന സംഭവമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അധികാരമേറ്റതിന് അല്ലെങ്കിൽ ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ മന്ത്രിസഭയിലെ മുതിർന്ന അംഗത്തിന്റെ രാജി പ്രതിപക്ഷത്തിന് ആയുധമാക്കുവാനും സാധ്യതയുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഇത് വെറും വകുപ്പ് തർക്കം മാത്രമാണോ അതോ മന്ത്രിസഭയ്ക്കുള്ളിലെ വലിയ അസംതൃപ്തിയുടെ തുടക്കമാണോ എന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ചോദ്യമായി ഉന്നയിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെടുമോ എന്നതും നിർണായകമാണ്. 2ാം ദിവസത്തിൽ തന്നെ കർണാടക സർക്കാരിന് വമ്പൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. വകുപ്പ് തർക്കം മന്ത്രിയുടെ രാജിയിലേക്ക് വരെ നയിച്ചു. ഡി.കെ. ശിവകുമാർ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ പ്രതിസന്ധി സൂചനകളാണോ പുറത്തു വരുന്നത് എന്ന ചർച്ചയാണ് ഇവിടെ ശക്തമായിരിക്കുന്നത്. അതേസമയം നഗരവികസന വകുപ്പ് നൽകാമെന്നും ഡി.കെ. ശിവകുമാർ ഉറപ്പ് നൽകിയിരുന്നു എന്നതും വാക്ക് ലംഘിച്ചുകൊണ്ട് അംഗീകരിക്കാനാവില്ല ഇക്കാര്യം എന്നതാണ് ഇപ്പോൾ രാമലിംഗ റെഡ്ഡി വ്യക്തമായി പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഡി.കെ. ശിവകുമാർ എന്റെ വീട്ടിൽ വന്നിരുന്നു. എനിക്ക് നഗരവികസന വകുപ്പ് തരാമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഞാനായിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു വകുപ്പും ആവശ്യപ്പെട്ടിരുന്നില്ല. അദ്ദേഹമാണ് ആ വകുപ്പ് വാഗ്ദാനം ചെയ്തത്. ഞാൻ സമ്മതിക്കുകയും ചെയ്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇനി ബംഗളൂരു നഗരവികസന വകുപ്പ് തന്നാലും ഞാൻ സ്വീകരിക്കില്ല എന്നും ഡി.കെ. മന്ത്രിസഭയിൽ അംഗമാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ എം.എൽ.എമാരും കോൺഗ്രസ് അംഗവും തുടർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബുധനാഴ്ചയാണ് ഡി.കെയും 13 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മന്ത്രിമാർക്ക് വകുപ്പുകൾ നിശ്ചയിക്കാൻ വ്യാഴാഴ്ച ചേർന്ന യോഗത്തിൽ റെഡ്ഡി ഇറങ്ങിപ്പോവുകയും ചെയ്ത സംഭവം വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.